ആ ഒരു ഊർജ്ജസ്വലത വയസ്സാകുമ്പോൾ ഉണ്ടാവോ? ഇല്ല, പറ്റില്ല. നമ്മൾ ക്ഷയിക്കുകയാണ്. തളർന്ന് നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്. മരിക്കണമെന്ന് മരിക്കാന്ന് ആലോചിക്കുമ്പോഴേക്കും പേടിയുള്ള ഒരാണായാലും പെണ്ണായാലും മരിക്കേ പഠിച്ചവനെ എന്നെ കൊണ്ട് ആലോചിക്കാൻ പറ്റൂല, മരിക്കണ വേളൊക്കെ ആണെങ്കിൽ ഞാൻ എണീറ്റ് പോകട്ടോ, അങ്ങനെയൊക്കെ ആലോചിച്ച് വരുന്നവരുണ്ടാവും. മരണത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കൂല, എൻ്റെ കൂടെ കേൾക്കാനാവില്ല. എന്തേ? ആലോചിക്കാൻ വയ്യ മരിക്കുന്നത്. എന്നാൽ അതേ മനുഷ്യൻ 70, 80, 90 വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവേ ബാത്റൂമൊക്കെ നടക്കാൻ വരെ എന്നെ കൊണ്ട് വയ്യാണ്ടായി, എൻ്റെ കുട്ടികളും എൻ്റെ പേരക്കുട്ടികളും എന്നെ കൊണ്ട് കഷ്ടപ്പെടാറായി, ഇനി ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. പണ്ടൊക്കെ ചാലിയത്തുനിന്ന് ഫറൂഖിലേക്ക് നടന്നിരുന്നു, രാമേട്ടരിലേക്ക് നടന്നിരുന്നു, കോഴിക്കോട്ടേക്ക് ബോട്ടും കയറി ബേപ്പൂരിലൂടെ അങ്ങനെ കടന്നു പോയിരുന്നു. ഇപ്പം അതൊന്നും വയ്യ. അള്ളാഹുവേ ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്കില്ല, ക്ഷയിച്ചിരിക്കുകയാണ്, വയ്യ. പിന്നെ എണീറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, കിടപ്പിലാവും. അപ്പോൾ മനസ്സുകൊണ്ട് പറയും, പടച്ചോനെ നീ എന്നെ കൊണ്ടുപോയിക്കോ, എന്തിനാ അവിടെ വെക്കണത്? നമ്മൾ മാനസികമായി മരണത്തിന് വേണ്ടി റെഡിയാവുന്ന, ആരോഗ്യം ഉണ്ടാവുമെന്ന് റെഡിയാവില്ല. പക്ഷെ അള്ളാഹു ആയുസ് തന്നാൽ മെല്ലെ മെല്ലെ നമ്മളതിനെ പാകപ്പെടും. ക്യാൻസർ രോഗമാണെന്ന് വിചാരിക്കുക, അള്ളാഹു രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഇത്തരം അസുഖങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ആദ്യം കേട്ടുകഴിഞ്ഞാൽ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, അതാണെന്ന് തോന്നുന്നു, ബോംബെയിലേക്കൊന്ന് അയച്ചു നോക്കട്ടെ സാമ്പിൾ. എങ്ങനെ പുഴുത്തി വെച്ചാലും രോഗിക്ക് മനസ്സിലാവത് അല്ലേ? ആദ്യത്തെ 1-2 മാസം ഉറക്ക് ശരിയാവില്ല. അല്ലാഹുവേ ഇനി എന്ത് സംഭവിക്കുന്നു? പിന്നെ മാനസികമായി അതിലേക്ക് മെല്ലെ മെല്ലെ പൊരുത്തപ്പെടാൻ തുടങ്ങും, അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങും. ദിവസങ്ങൾ എണ്ണിത്തീരുകയാണ്, കഴിയാറായി എന്ന തോന്നൽ വരും. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ല റബ്ബ്, ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ല തമ്പുരാനെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ ക്ഷയിച്ചു പോകുന്നില്ല, നിനക്ക് രോഗമില്ല, നിനക്ക് വാർദ്ധക്യമില്ല, നിനക്ക് ഉറക്കമില്ല, നിനക്ക് അശക്തതയില്ല, ന്യൂനതകളില്ല. ഇതൊക്കെ ഞങ്ങൾക്കാണുള്ളത്. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് റബ്ബേ. വബിഹംദിഹി, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ മുക്തകണ്ഠം സ്തുതിക്കുന്നു റബ്ബേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു പടച്ചവനെ. അല്ലാഹുവേ എല്ലാ നന്ദിയും അർഹിക്കുന്നത് നീയാണ് റബ്ബേ, എല്ലാ നന്ദിയും. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയെന്ന് വിചാരിക്കുക, കടലിൽ നിന്ന് മത്സ്യം കിട്ടിയെന്ന് വിചാരിക്കുക, രണ്ടും ഉടമസ്ഥൻ മരിച്ചിട്ട് വരുമ്പോൾ അള്ളാഹു വെച്ചതാ, മനുഷ്യന്മാർ കൊണ്ടുപോയിട്ടതല്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ബോധ്യപ്പെടും ഇത് പടച്ച തമ്പുരാൻ്റെ ഇടപെടല. ജോലി ചെയ്യുമ്പോൾ ആ എംപ്ലോയർ എനിക്ക് ശമ്പളം തന്നപ്പോൾ എൻ്റെ റിസ്ക് അയാളല്ലേ തന്നത്, പടച്ചവനല്ലല്ലോ എന്ന് തോന്നണ്ട. എന്തേ? ആ മനുഷ്യൻ്റെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുത്തൊരു തോന്നലാണ് നിങ്ങളെ അവിടെ എംപ്ലോയി ചെയ്യാൻ തോന്നിയത്. ഇല്ലെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സ് വേറെ വന്നിരുന്നു, അവരൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ ജോലി കിട്ടിയില്ലേ? നിങ്ങൾക്കൊരാളെ ഭക്ഷണം കൊണ്ടു തന്നു, ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നണം നിങ്ങൾക്ക് ആ ഉപകാരം ചെയ്തു തരണം, അല്ലെങ്കിൽ നടക്കൂല. നിങ്ങൾക്കൊരു സൗഹൃദം വേണം, ആ മനുഷ്യൻ്റെ ഖൽബിൽ നിങ്ങളോടൊരു ഇഷ്ടം അള്ളാഹു ഇട്ടുകൊടുക്കണം, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭാവന തരണം, സ്വതക്ക തരണം, പടച്ചതമ്പുരാൻ അവരുടെ ഖൽബിൽ നിങ്ങളോട് ഒരു മഹബത്ത് അള്ളാഹു ഇട്ട് കൊടുത്താലേ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് ആ മനുഷ്യരിലൂടെ വരുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെയൊക്കെ അടിസ്ഥാനം അതർഹിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഈ 2 വചനങ്ങൾ മക്കളെ നിങ്ങൾ മറക്കരുതേ. ആമുറുക ബിസിനതൈനി വഅൻഹാക ബിസിനതൈൻ, 2 കാര്യങ്ങൾ ചെയ്യണമെന്നും 2 ചെയ്യരുത് എന്നും നിങ്ങളോട് പറയുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ആമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതൊന്ന് വിശദീകരിച്ചു നിബിതങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മുറുകെ പിടിക്കണമേ. ഫഇന്നഹാ സകാത്തുൽ ഖൽഖി വബിഹാ യുർസഖൂൻ, എല്ലാ ജീവികളുടെയും പുരോഗതി, അവരുടെ പരിശുദ്ധി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിലൂടെയാണ്. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് എന്ന് പറയുന്നതാണ് സൃഷ്ടികളുടെ പരിശുദ്ധി. നമ്മൾ പരിശുദ്ധരാകുന്നത് നമ്മുടെ സ്രഷ്ടാവ് പരിശുദ്ധനാണെന്ന് പറയുമ്പോഴാണ്. ഒരുത്തർ പറയില്ലേ, എനിക്ക് മന്ത്രിയുടെ നമ്പർ അറിയാം, MLA നമ്പർ അറിയാം,
ഞാൻ വിളിച്ചാൽ മുമ്പ് ഇടപെടും. ചിലപ്പോൾ ഇടപെടുമായിരിക്കും, ചിലപ്പോൾ മന്ത്രിനെ എഴുതിച്ചിട്ടുണ്ടാവും എടുക്കരുത് എന്ന്, അങ്ങനത്തെ നമ്പർ ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും വീമ്പ് പറയും എനിക്ക് ഭയങ്കര ബന്ധാണ്. എന്താ പൊലിമ ആളുകൾക്കൊക്കെ. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു VIP തരം തോന്നണ്ടേ? ശരിക്ക് എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്. നിങ്ങളുടെ കൂടെ ഒരു MLA ഉണ്ട്, മെമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിമാനം. ഇവിടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ സകാത്തുൽ ഖൽഖ് ഒരു കുറവില്ലാത്ത ആളാ എൻ്റെ റബ്ബ്. എന്നാ നിങ്ങളെ മന്ത്രി അടുത്ത ഇലക്ഷനിൽ തോറ്റാൽ പിന്നെ 5 കായിൻ്റെ വില കിട്ടുമോ? കിട്ടൂല. അത് ടെമ്പററിയാണ്, വളരെ താൽക്കാലികമാണ്. എന്നാലും നമ്മൾ എന്താ മേന്മ പറയല്? അല്ലാഹു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയുന്നത് സകാത്തുൽ ഖൽഖ്, സൃഷ്ടികളുടെ പരിശുദ്ധിയാണത്. നമുക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു മഹത്വം എൻ്റെ റബ്ബ് ഒരു ന്യൂനതയുമില്ലാത്തവനാണ് എന്ന് പറയുന്നിടത്താണ്. വബിഹാ യുർസഖൂൻ, സൃഷ്ടികൾക്ക് മുഴുവനും ഭക്ഷണം നൽകപ്പെടുന്നതും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ആ ഒരു ദിക്റിന്റെ പൊരുൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്. അപ്പൊ കടലിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യണം? ധാരാളം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മാപ്പിള കലാസികൾ ഈ ജാലിയത്താരൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? പഴയ കാലത്ത് ബസ് മറിഞ്ഞാലൊക്കെ കയറിട്ട് പൊന്തിക്കാൻ മാപ്പിള കലാസികൾ വന്നിരുന്നു. അവർക്ക് ചില ദിക്റൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാ. ഇപ്പം ഇല്ലേ അവരൊക്കെ? ആ ഒരു തലമുറ ഉണ്ടോ? മാഷാ ഉണ്ടോ? ദിക്റുകൾ ചൊല്ലിയിട്ട് ഭാരം ചുമക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, അതൊക്കെ വലിയൊരു മനോഹരമല്ലേ? വബിഹാ യുർസഖൂൻ, മക്കളെ നിങ്ങൾ അറിയണമേ, നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലും അതിൻ്റെ വലിയൊരു കാരണം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വബിഹംദിഹി, അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ റിസ്ക് കിട്ടുള്ളൂ എന്നാ. എന്നല്ലാതെ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാതെ അറിയാതിരുന്നാൽ അതിൻ്റെ ആ ഒരു സത്ത കിട്ടാൽ ഭൂമിക്കുള്ളിൽ വെച്ചാൽ ഇത്ര നാൾ ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ആറ്റിക്കുറുക്കിയെടുത്ത ഔഷധമായിരുന്നു കുടിച്ചിരുന്നത് എന്ന് കുടിക്കുമ്പോൾ ബോധമല്ലെങ്കിൽ ആ മനുഷ്യനത് ആസ്വദിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ നടന്നാൽ ആ ദിക്റിന്റെ പൊരുൾ നമുക്ക് ലഭിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഈസ് ട്രാൻസെൻഡൻസ്, അല്ലാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. വബിഹംദിഹി, all praises are due to Allah, എല്ലാ പ്രകീർത്തനങ്ങളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യരോട് നന്ദി പറയണം എന്ന് വിചാരിച്ച് ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹിനോട് നന്ദി പറയും പോയിക്കോ, അങ്ങനെയല്ല. അയാളോട് നന്ദി പറയണം. കാരണം മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല, ജനങ്ങളോട് നന്ദി പറയാതിരുന്നാൽ അള്ളാഹുവിനോട് നന്ദി പറയൽ ശരിയാവില്ല. അള്ളാഹുവിനോട് നന്ദി പറയുന്നതോടൊപ്പം മനുഷ്യരോട് നിങ്ങൾ നന്ദി പറയണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നന്ദി നിങ്ങളുടെ മനസ്സിലുണ്ട്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഈ ഈമാനോടുകൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വബിഹാ യുർസഖൂൻ, ആ ഈമാൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് എന്ന് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. എല്ലാ ജീവജാലങ്ങളും സർവചരാചരങ്ങളും, ചരങ്ങളും അചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതും, കല്ലും മണ്ണും തെങ്ങും ഒക്കെ, ഈ തെങ്ങിൻ തോപ്പിലെ തെങ്ങിൻ്റെ മട്ടലുകളും ഇവിടുത്തെ പുല്ലും ഇവിടുത്തെ മണൽത്തരികളടക്കം ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയുകയും സുബ്ഹാനല്ലാഹ് പറയുകയും ചെയ്യാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല. അപ്പൊ അതെന്താ നമ്മൾ കേൾക്കുന്നില്ലല്ലോ? വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രം, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയാൻ എല്ലാം ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി.
അതുകൊണ്ട് നൂഹ് നബി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മുറുകെ പിടിക്കണേ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കണേ, രണ്ടെണ്ണമാ പറഞ്ഞു കൊടുത്തു. ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. മോനെ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഒന്ന് അനിശ്ശിർക്ക്, അല്ലാഹുവിന്റെ പരമമായ അധികാരം മറ്റാർക്കും പകുത്തു കൊടുക്കരുത്. അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ അസ്മാഉകളുടെ മഅനകൾ, അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അതുപോലെ ഒരാളും അർഹിക്കുന്നില്ല റബ്ബല്ലാതെ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. പക്ഷെ അറിവുള്ള ആലിമീങ്ങളുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഇൽമിന് പോലെയല്ല ആലിമീങ്ങളുടെ ഇൽമ്, അല്ലേ? വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ് അല്ലാഹുവിന്റെ ദാത്തിന്റെ ഭാഗമാണ്, അസലിയാണ്. നമ്മുടേത് മുക്തസബാണ് എന്ന് പറയും, നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാ. അല്ലാഹുവിന് ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് ശിർക്ക് ചെയ്യരുതേ, ബഹുദൈവ ആരാധന ചെയ്യരുത് മോനെ, ബഹുദൈവ ആരാധന ചെയ്യരുത്. പിന്നെ പറഞ്ഞു അനിൽ കിബിരി, അഹങ്കാരവും പാടില്ല മോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. നല്ല വസ്ത്രം ഇടുക, നല്ല ചെരുപ്പ് ധരിക്കുക, ബ്രാൻഡ് സാധനം വാങ്ങിക്കുക, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊരാൾക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഈ ഹദീസിലുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു ആറ്റത്തിന്റെ അത്ര, ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്ത സാധന, അത്ര ചെറിയ അഹങ്കാരം ഒരു മനുഷ്യന്റെ ഖൽബിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖാലൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുന്നത് അഹദുനാ യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന, നല്ല വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്, മുന്തിയ വസ്ത്രങ്ങൾ. വനഅലുഹു ഹസന, നല്ല ചെരുപ്പുകൾ ധരിക്കുന്നവരാണ് ഞങ്ങൾ. നല്ല വസ്ത്രവും നല്ല ചെരുപ്പും, അതിനോട് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചോളൂ. ഈ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നബിയെ, അതാണോ അഹങ്കാരം എന്നുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പൊ നബി തങ്ങളുടെ മറുപടി, ഇത് അഹങ്കാരമല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പോ താടിമുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടു നടക്കുക, തലമുടി എണ്ണ തേക്കുക, നെയിലൊക്കെ ഒന്ന് ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക. ഇങ്ങനെ പൂച്ചകളെ പോലെ നെയിൽ വളർത്തി നടക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഖം മുറിക്കൽ പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ച ഫിത്രത്തിൽപ്പെട്ടതാണെന്നാണ്. മനുഷ്യന്റെ ശരീരത്തിലെ അൺവാണ്ടഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുക, ഇതൊക്കെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു പോയ സംഗതികളാണ്. വൃത്തിയായി കൊണ്ടു നടക്കലും ഭംഗിയാവലും, നല്ല വസ്ത്രം, നല്ല ഭംഗിയുള്ളത് വസ്ത്രം, അതിൻ്റെ അലങ്കാരം, അതിന് യാതൊരു വിരോധവും ഇല്ലെന്നാണ്. പിന്നെ എന്താ പ്രശ്നം? ഫഖർ വരരുത്. ഞാൻ മുന്തിയ ആളാണ്, എൻ്റെ അടുത്ത് ബ്രാൻഡുകളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നല്ലത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അഹങ്കാരം തോന്നരുത്. ഇത്രയേ അതിൽ വിഷയമുള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല അഹങ്കാരം. അല്ലാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഭംഗിയാവുന്നത് ഒന്നും അല്ലാഹുവിന് പ്രശ്നമല്ല. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താവരുത്, പുറത്തേക്ക് അന്യ ആളുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്യ ആളുകൾക്കിടയിൽ ഇടപഴകുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. നിങ്ങളുടെ ഭംഗി അത് സൂക്ഷിക്കാനുള്ളതാണ്. നിമിതങ്ങൾ പറഞ്ഞു, അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ അഹങ്കാരം. ബതറുൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടിട്ട് സത്യം അംഗീകരിക്കാതിരിക്കലാണ്. വഗംതുന്നാസ്, ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കലുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക, ജനങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറുക,
സത്യം ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാതിരിക്കുക. ഈ സ്വഭാവം നിഷിദ്ധമാണ്. എന്നല്ലാതെ വസ്ത്രം നന്നാവലോ ചെരുപ്പ് നന്നാവലോ അഹങ്കാരമല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ടായിക്കോട്ടെ, പക്ഷേ അതുകൊണ്ട് അഹങ്കാരം തോന്നരുത്. നൂഹ് അലൈഹിസ്സലാം മകനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ രണ്ടെണ്ണം: ഒന്ന്, അല്ലാഹുവേതര ഒരു ദൈവത്തെയും ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ അത് ആർക്കും അള്ളാഹുവിനല്ലാതെ റബ്ബിൻ്റേത് മറ്റൊരാൾക്ക് ചാർത്തിക്കൊടുക്കാൻ പാടുള്ളതല്ലാതെ ശിർക്കാണ്, അള്ളാഹു ഇഷ്ടപ്പെടില്ല. പിന്നെ പറഞ്ഞു, നിങ്ങൾ അഹങ്കാരം കൊണ്ട് നടക്കരുത്. സത്യം ബോധ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഇങ്ങനെ മരണാസന്നരായ നബി നൂഹ് അലൈഹിസ്സലാം മക്കളോട് സദുപദേശം നൽകുന്നു. കാരണം മരണമെന്നത് യാഥാർത്ഥ്യം അല്ലാഹു വെളിവാക്കി തരുന്ന സമയമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വയസ്സുള്ളപ്പോഴാണ് വസിയത്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. 200-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താകുന്നത്. ഇബ്രാഹിം നബി കിടക്കുന്നത്, വിശ്രമിക്കുന്നത്, മഹാനുടെ ഖബറുള്ളത് ഫലസ്തീനിലാണ്, നമ്മുടെ ഖലീലിലാണ്, ഹിബ്രോൺ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് തന്നെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും. യാക്കൂബ് നബി ഇബ്രാഹിം നബിയും, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബീന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് ഖുർആൻ വിളിക്കുന്നത് യാക്കൂബ് നബിന്റെ മക്കളെ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ ലോകത്ത് വന്നവരെ എന്ന് പഠിപ്പിക്കാനാണ്. യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു, യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് പടച്ചവനെ മനസ്സിലാക്കാനും ആരാധിക്കാനുമുള്ള ഒരു ദീൻ, വിശുദ്ധ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്ന നേരം മുസ്ലിമായിട്ട് മരിക്കണം, യുക്തിവാദിയായിട്ട് മരിക്കരുത്, നിരീശ്വരവാദിയായി പോകരുത് എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളെ ഉപദേശിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം മരണസമയത്താണ് യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അല്ലാഹു തആല ആ മരണം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത വസിയത്തുകളുണ്ട്. തങ്ങൾ വഫാത്താകാനുള്ള ആ അടുത്ത സമയം തങ്ങൾ ചെയ്ത ചില വസിയത്തുകളുണ്ട്. ഒരുപാട് വസിയത്തുകളുണ്ട്. അതിൽ വളരെ പ്രസക്തമായത് മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. ഹബീബായ നബി തങ്ങൾ പറയുകയായിരുന്നു, അള്ളാഹുവിൻ്റെ സന്ദേശം ലോകത്തിന് കൈമാറാൻ വന്ന അന്ത്യപ്രവാചകരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണി തീർത്തുമ്പോൾ, പുനർനിർമ്മാണം നടത്തുമ്പോൾ, പണിതത് ആദം നബിയാണ്, പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ പുനരുദ്ധാരണം നടക്കുമ്പോൾ അതാണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്. കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിന്റെ മേലോട്ട് ഇബ്രാഹിം നബി എടുത്തു പണിയുമ്പോൾ അപ്പോൾ അസ്ഥിവാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്, അത് നഷ്ടപ്പെട്ടതാണ് അതിന്റെ ചുമരുകളൊക്കെ. ആ ഫൗണ്ടേഷനിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാല ഉയർത്തുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ആരുണ്ടാക്കി? നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മഅൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകളോടുകൂടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭവനം ഉണ്ടാക്കിയത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ കഅബാലയം ബഹുദൈവ ആരാധനയുടെ മേഖലയായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പുണ്യനബി ഞങ്ങൾ വളരെ വിഷമിച്ചു. കാരണം അവിടുത്തെ വല്ലിപ്പ ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയാണ്, ബഹുദൈവങ്ങളെ ആരാധിക്കാനല്ല. ആ വിഷമത്തോടുകൂടെ കഅബാലയത്തിന്റെ മുമ്പിൽ 360 ബിംബങ്ങൾ പൂജിക്കപ്പെടുന്ന മക്കയിലെ ആ ഒരു ചുറ്റുപാടിൽ നിബിധങ്ങൾ മാനസികമായ പ്രയാസം അനുഭവിച്ചപ്പോഴാണ് ഹിറാ ഗുഹയിൽ പോകാൻ തുടങ്ങിയത്. ഹിറാ ഗുഹയിൽ പോകുന്നത് കഅബാലയത്തിന് മുമ്പിൽ നടക്കുന്ന ഈ പരിപാടി കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. തങ്ങൾക്ക് എതിർക്കാൻ പറ്റിയില്ല. ജനങ്ങളെ,
പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അദൃശ്യനാണ്, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. എന്നാൽ നാളെ അള്ളാഹു കാണിച്ചു തരും. നമ്മുടെ കണ്ണെന്ന ചെറിയ ഈ സാധനത്തോളം അള്ളാഹു ചെറുതാവണം എന്ന് റബ്ബിനെ കുറിച്ച് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലാണ്. നമ്മുടെ എനിക്ക് അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞു, എന്താ നീ എന്ന് പറയുന്നത്? ചെറിയൊരു മനുഷ്യനല്ലേ? നിന്റെ 2 കണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ 2 ഐബോൾ. ഈ കണ്ണിന്റെ മുമ്പിൽ കാണാൻ മാത്രം ഈ കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികളെ പടച്ച തമ്പുരാൻ നിന്റെ മുമ്പിലേക്ക് ചെറുതായി വരണം എന്നാണോ നീ പറഞ്ഞതിനർത്ഥം? നിന്റെ കണ്ണുകൊണ്ട് കാണണം. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ എത്ര ഗാലക്സികൾ കാണാൻ പറ്റും? ഒന്നുപോലും മുഴുവൻ കാണാൻ പറ്റില്ല. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ പടച്ചോനെ നീ ചെറുതായി കാണാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് ലൻ തറാനി, എന്നെ കാണാൻ കഴിയില്ല മൂസാ നബിയെ. എങ്ങനെ? ഐ ഫി ദുനിയ, ഈ ദുനിയാവിൽ കാണാൻ കഴിയില്ല, നാളെ പരലോകത്ത് കാണും. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് മനം നൊന്തുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. ഇബാദത്ത് 15 വർഷത്തോളം നബി തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ട്. ഹബാലയത്തിന്റെ രൂപം ഇങ്ങനെ കാണാൻ പറ്റും ഹിറാ ഗുഹയിൽ ചെന്നാൽ. ഹിറാ ഗുഹയുടെ ഏറ്റവും മുകളിൽ നബി തങ്ങൾക്ക് വഹി ഇറങ്ങിയ ഹിറാ ഗുഹ. അവിടെ പോയവരുണ്ടെന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, ചാലിയത്തേരല്ലേ, ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, മാഷാ. നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവാ? അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ പാറൻ്റെ ഇടയിലൂടെ ഇപ്പോൾ ക്ലോക്ക് ടവർ കാണുന്നുണ്ട്, ഞാനും കണ്ടു. മുമ്പ് കഅബാലയം കാണും. അവിടെ ഇങ്ങനെ ഇരുന്നാൽ നേരെ നോക്കിയാൽ കഅബാലയം കാണും. ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് കഅബാലയം നോക്കി നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് ഇബാദത്ത് ചെയ്യാൻ പ്രയാസം, കാരണം ചുറ്റും ബിംബങ്ങളാണ്. ഞങ്ങൾ വളരെ വേദനിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ ഏകനായ അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഏകം സ്വത്വം ബഹുധാ കൽപ്പയന്തി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്നു മാത്രമാണ്, അത് വിവിധങ്ങളായി നിങ്ങൾ പേരിട്ട് വിളിക്കുകയാണ്, അത് ഒന്നാണ് എന്ന് മഹർഷിമാരും മുനിമാരും പഠിപ്പിച്ചു പോയ യാഥാർത്ഥ്യം അമ്പിയാക്കന്മാരുടെ വഹയായിരുന്നു അത്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം പരിപൂർണമാവുകയും ജസീറത്തുൽ അറബിൽ ഹബീബായ നബി തങ്ങളുടെ ദീൻ പ്രചരിക്കുകയും പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാ, ലോകത്തോട് പുണ്യനബി യാത്ര ചോദിച്ച അവസാനത്തെ പ്രഭാഷണം, ആ സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി തന്നിരിക്കുന്നു. ഇസ്ലാം പരിപൂർണമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ കംപ്ലീറ്റഡ് ആണ്. പിന്നെ അതിന് ഓരോന്നും ബന്ധപ്പെട്ട മസലകൾ ലോകം അവസാനം വരെ പുതിയ പുതിയ വിഷയങ്ങൾ വരും. അതിനൊക്കെയുള്ള പരിഹാരം ഈ ദീനിൽ ഇപ്പുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയിരിക്കുന്നു. ഹജ്ജത്തുൽ വിദാ ദുൽഹിജ്ജയാണ്. അത് കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്താകുന്നു. 2.25 മാസമേ പിന്നെ അത് ഹജ്ജ് കഴിഞ്ഞ് 2-3 മാസം അത്രയേ നിബിധങ്ങൾ ജീവിച്ചുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു ഇസ്ലാം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന ആ ഒരു പ്രസ്ഥാനമേ ഇസ്ലാം മാത്രമേ ജസീറത്തുൽ അറബിൽ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വസിയത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട് ഇസ്ലാമിൻ്റെയും ദീനിൻ്റെയും പേരിലാണ് അറിയപ്പെടേണ്ടത്. ഹബീബിന്റെ വസിയത്താണ്, ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. അതുമാത്രമല്ല, ഇസ്ലാമിന്റെ ആരംഭം അവിടെയാണ്, അതിൻ്റെ വളർച്ചയും അവിടെയാണ്. മക്കയിൽ നിന്ന് ആരംഭിച്ച് മദീനയിൽ നിന്ന് വളർന്ന് ഇനി ലോകാവസാനമാകുമ്പോൾ ദീനിന്റെ അടയാളങ്ങൾ ലോകത്തുനിന്ന് തേഞ്ഞുമാഞ്ഞ് ഇല്ലാതെയായി മക്കയിലും മദീനത്തേക്കും മാത്രം ദീൻ ഒതുങ്ങുന്ന സമയം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്നദ്ദീന ലയരിസു ബൈനൽ മസ്ജിദൈൻ കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. വേറെയും റിവായത്തുണ്ട്, മദീനയിലേക്ക് ദീൻ ഒതുങ്ങി വരും എന്നുമുണ്ട്. ഈ രണ്ട് മസ്ജിദുകൾക്കിടയിൽ, അതായത് മസ്ജിദുൻ നബവിയും അൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദ്, കഅബാലയത്തിന് ചുറ്റുമുള്ള പള്ളി, ആ രണ്ട് പള്ളികൾക്കിടയിലേക്ക് ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് തിരിച്ചെത്തുന്ന പോലെ ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് ആ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന വിശുദ്ധമായ വെളിച്ചം ഇനി മക്കയിലേക്ക്, മദീനത്തേക്ക് ചുരുങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബിൽ നിന്നാണത്രേ മസീഹുദ് ദജ്ജാൽ വരുന്നത്. ഇന്നഹു റജുലുൻ മിൻ അഹ്ലി ഹാദിഹിൽ ജസീറ, ഈ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡ, അറേബ്യൻ പെനിൻസുല, ആ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ്, ഇന്നൽ മസീഹദ് ദജ്ജാൽ അന്നൽ മസീഹദ് ദജ്ജാൽ യദ്ഖുലു കുല്ല ബലദിൻ ഇല്ലാ മക്കത വൽ മദീന, മക്കയിലേക്കും മദീനയിലേക്കും ഒഴികെ ലോകത്തിന്റെ എല്ലാ നഗരങ്ങളിലേക്കും മസീഹുദ് ദജ്ജാൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ അരികത്തേക്ക് അവൻ എത്തുമ്പോൾ ജലസ ഫീ ബഅൽ സിബാഖി ഫർതജ്ജത്തിൽ മദീന, മദീനയുടെ അരികത്തേക്ക് എത്തുന്ന പരിസരങ്ങളിൽ അവൻ വന്നിരിക്കുമ്പോഴേക്കും മദീനയിലൊരു ഭൂകമ്പമുണ്ടാകും. ഔ റജഫത സലാസ റജഫാത്തിൻ, 3 ഭൂകമ്പങ്ങൾ മദീനയിൽ ഉണ്ടാകും. അപ്പോഴേക്കും മദീന അപകടമാണ്, മദീനയിൽ ഭൂകമ്പമാണ് എന്ന് പറഞ്ഞ് മദീനയിലെ എല്ലാ മുനാഫിക്കുകളും, വിശ്വാസിനികൾ, കപടന്മാരായവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് ഓടും. ഫഖറജ ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. അങ്ങനെയാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. ആ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത് ജസീറത്തുൽ അറബിലെ മദീനയിലെ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നാസു യുഫ്തനൂൻ, ജനങ്ങൾക്ക് അല്ലാഹു വലിയ പരീക്ഷണം നൽകും മസീഹുദ് ദജ്ജാലിലൂടെ. فيخرج إليه شاب من المدينة هو خير أهل الأرض يومئذ, മദീനയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മസീഹുദ് ദജ്ജാലിനെ നേരിടാൻ മുന്നോട്ട് വരും. ഹുവ ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ, ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും അയാൾ. മസീഹുദ് ദജ്ജാലിനെ കൊല ചെയ്യുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. പക്ഷേ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത്, ആദ്യമായി പരാജയപ്പെടുത്തുന്നത് മദീനയിലെ ഒരു യുവാവായിരിക്കും. ആ യുവാവ് അന്നത്തെ ഏറ്റവും നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ വഖഫ അമാമൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ, ഭയങ്കര ഫിത്തനയാണ് മസീഹുദ് ദജ്ജാൽ. ലോകത്ത് ഇതുവരേക്കും ഇത്ര വലിയൊരു ഫിത്തന ലോകത്ത് നടന്നിട്ടില്ല എന്നാ. കാരണം മഴ പെയ്യട്ടെ എന്നങ്ങ് പറഞ്ഞാൽ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും ചെയ്യും. സ്വർണവും ഖനികളും ഭൂമിയിനുള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വരും. ഇപ്പോൾ പെട്രോളും ഡീസലൊക്കെ വരട്ടെ എന്നൊക്കെ വന്ന് പറയും. ചിലപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവൻ പറയും ഞാൻ പടച്ചവനാണെന്ന് വിശ്വസിക്കണേ എന്ന് പറയും. മാജിക് കണ്ട് വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ പോകും. അതുകൊണ്ടാണ് ഇസ്ലാം മാജിക് കൊണ്ടല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് അറിവും ജ്ഞാനവും കൊണ്ടാണ്. അത്ഭുതങ്ങൾ പലർക്കും ചെയ്യാൻ പറ്റും. മുസ്ലിമീങ്ങൾക്ക് ചെയ്യും, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ചെയ്യും, പിശാചിൻ്റെ സഹായം കൊണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്ഭുതം കാണുമ്പോൾ പിന്നാലെ ഓടരുത് എന്നാ. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ പിശാചിനും കാണിക്കാൻ പറ്റും. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, അതാണ് നമ്മുടെ പിടിക്കയർ. ഇസ്ലാം ശരീഅത്ത് മനസ്സിലാക്കണം,
അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂ, ശരിയായ ദീൻ അറിയാൻ പറ്റൂ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്നാ. സ്വാലിഹീങ്ങളും ആലിഫീങ്ങളും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും കറാമത്തുകൾ കാണിക്കും, അത് സത്യമാണ്, അതിൻ്റെ പിറകെ കൂടണം. പക്ഷേ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണിക്കുന്നത് അതൊരു പക്ഷേ ഇസ്തിദ്റാജ്. മഹാന്മാർ പറഞ്ഞു അതിൻ്റെ പേര് ഇസ്തിദ്റാജ്. എന്താണ്? ചൂണ്ടൽ പ്രയോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരയിട്ട് കൊടുക്കാൻ ചില ആളുകളെ പിടിക്കാൻ. മസീഹു ദജ്ജാൽ അത് ചെയ്യും, അപ്പോൾ ആളുകൾ പിന്നാലെ കൂടും. ഈ മനുഷ്യൻ മസീഹു ദജ്ജാലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ അഖ്ബറനാ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് താക്കീത് ചെയ്ത മസീഹു ദജ്ജാലാണ് നീ എന്ന് ആ ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് പറയും, നീ മസീഹു ദജ്ജാലാണ്. മസീഹു ദജ്ജാൽ ഭയങ്കര ഹൈറ്റുള്ള ഒരു മനുഷ്യനാണെന്നാണ്. ഒരു കണ്ണ്, വലത്തെ കണ്ണ് തീരെ ഇല്ല, കണ്ണിൻ്റെ കുഴി പോലും ഇല്ല, ഐ ക്യാവിറ്റി ഇല്ല. അതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ കവിള് പൊങ്ങിപ്പോയ പോലെ തോന്നുള്ളൂ. ഒരു കണ്ണുണ്ട് ഇടത്തേത്, അതാണെങ്കിലോ മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണാണ്. തീർച്ചയായും അള്ളാഹു ഒരു ന്യൂനതയും ഉള്ളവനല്ല. അതുകൊണ്ട് മസീഹു ദജ്ജാൽ അള്ളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയ്ക്ക് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റുമായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് എഴുന്നേറ്റെന്ന് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? 2 സൗകര്യമാണ്. ഒന്ന്, തിരക്കുള്ളവർക്ക് എണീറ്റ് പോകാം. രണ്ടാമത്തേത്, പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് റെഡിയായി നിൽക്കുക. ബക്കറ്റ് വരുമ്പോൾ പിന്നെ തപ്പിയെടുക്കണ്ടല്ലോ, ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നിട്ട് 3 സ്വലാത്ത് ചൊല്ലി കയ്യും കാലൊക്കെ ഒന്ന് നനക്കി ഒന്ന് റാഹത്തായിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ സമയം 10:55 എന്നല്ലേ പറഞ്ഞ്? 10:50 ഇൻഷാ അല്ലാഹ്. ഇനിയുണ്ട് ഒരു 55 മിനിറ്റ് കൂടെ ഉണ്ട്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ചൊല്ലിക്കോളി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈസ എടുത്തോ? കാര്യമായിട്ട് ഒന്ന് സംഭാവന ചെയ്യണേ. കൊടുക്കുമ്പോൾ നല്ലൊരു നിയ്യത്ത്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി. മരിച്ചുപോയ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും ഖബറിലേക്ക് ഈ ബക്കറ്റ് കൊടുക്കണതേ ഭയങ്കര കൂലുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റേതൊക്കെ പേരെഴുതി വായിക്കും, ഇത് നിങ്ങൾ ഇട്ടെടുത്ത് നിങ്ങൾക്ക് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ സാധ്യതയുള്ളതാണ് നമ്മൾ ബക്കറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് ആ ഇട്ടത് കിട്ടിയത് എത്രയാണെന്ന് ആർക്കും അറിയില്ല, അതങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ചെയ്യണേ, സംഭാവന ചെയ്യണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലെ മദ്രസയും പള്ളിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായത്. ഇപ്പം ഉസ്താദന്മാർ നന്നായിട്ട് സംഭാവന പിരിച്ച് നന്നായിട്ട് ലക്ഷങ്ങൾ സദസ്സിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. അത് ഭയങ്കര സേവന അവർ ചെയ്യുന്നത്. അത് നിസ്സാരമായി കണ്ടുകൂടാ. എന്നെക്കൊണ്ട് അത് പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ അങ്ങനെ അവരത് ചെയ്തത് കൊണ്ടാണ് എത്രയോ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും ഇന്ന് കയറിയത്, അല്ലേ? അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊരു കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പള്ളി മദ്രസ ഉണ്ടാവുമോ? എല്ലാവരും പിൻ്റെമാർ വെറും വയലറിഞ്ഞു പോയിട്ട് എന്താ കാര്യം? എന്തെങ്കിലുമൊക്കെ പള്ളി കമ്മിറ്റിക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ? അല്ലേ ഇപ്പോൾ ഉസ്താദ് വന്നു, ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല, മൈക്കും ചിലവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയില്ലേ? അപ്പോൾ ബാക്കി ഉസ്താദന്മാരൊക്കെ കാര്യമായിട്ട് ആ പണി ചെയ്യുന്നുണ്ട്. എനിക്കത് പറ്റാത്തൊരു പണിയായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് സംഭാവന ചെയ്യണം. ഉസ്താദന്മാർ ചോദിക്കുമ്പോൾ കൊടുക്കണം. കാരണം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ദീൻ നിലനിന്നു പോകുന്നത്. അതൊന്നും ചെറിയ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദാനധർമ്മങ്ങളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു അതിൻ്റെ ബറക്കത്ത് തരട്ടെ. മക്കളിലും കുടുംബത്തിലും അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നൽ മസീഹ ദജ്ജാല യദ്ഖുലു കുല്ലൽ ബിലാദി ഇല്ലാ മക്കത വൽ മദീന. മക്കയും മദീനയും ഒഴികെ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലേക്കും മസീഹു ദജ്ജാൽ എത്തുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായി മസീഹു ദജ്ജാലിനെ നേരിടുന്നത്.
അപ്പോൾ മസീഹുദ് ദജ്ജാൽ അത് പിടിക്കില്ല, കാരണം അവനെ ചലഞ്ച് ചെയ്യാൻ. നീ മസീഹുദ് ദജ്ജാലാണ്, നിന്നെക്കുറിച്ചാണ് പുണ്യനബി ഞങ്ങളോട് പറഞ്ഞത് എന്ന് മസീഹുദ് ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ മദീനയിലെ അന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാൽ പറയും, ഈ ചെറുപ്പക്കാരനെ ഞാനൊന്ന് കൊന്നു കാണിക്കട്ടെ എന്ന് ചോദിക്കും. ഞാനൊന്ന് കൊല ചെയ്യട്ടെ, എന്നിട്ട് ഇവനെ ഞാൻ 2 പാതിയാക്കി നിർത്തും, എന്നിട്ട് ആ 2 പാതിൻ്റെ ഇടയിലൂടെ ഞാൻ നടക്കും, എന്നിട്ട് ഞാൻ അവന് ജീവൻ കൊടുക്കും. ഞാൻ പടച്ചവനാ, നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കണേ, ഈ ചെറുപ്പക്കാരന് 2 പാതിയാക്കി മുറിച്ച്, ജീവനോടെ മുറിച്ച്, അവൻ്റെ ഇടയിലൂടെ അവങ്ങ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീ യോജിപ്പിച്ചു വാ എന്ന് പറയും. അപ്പം കൂടുള്ള ആളുകൾ മുഴുവനും എന്നാ ഞങ്ങൾ വിശ്വസിക്കും. അങ്ങനെയൊക്കെ മരിപ്പിച്ചിട്ട് ജീവിപ്പിക്കാൻ കഴിയാതെ പടച്ചവന് മാത്രമല്ലേ കഴിയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഇവൻ്റെ മാജിക്ക് നോക്കിയാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ദുന്യാവിൽ അള്ളാനെ കാണാൻ കഴിയില്ല, പിന്നെ മുമ്പ് നിൽക്കുന്നൊരു മനുഷ്യൻ ഞാൻ പടച്ചവനാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അവനാണെങ്കിൽ ഒറ്റക്കണ്ണനാണ്, അവറാണ്, അള്ളാഹു ന്യൂനതയുള്ളവനല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പിന്നെ അവൻ്റെ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഖ ഫ റ, 3 അക്ഷരങ്ങളുണ്ട്. അവൻ പടച്ചവനെ നിഷേധിക്കുന്നവനാണ്. ഇത് എല്ലാ മുഅ്മിനീങ്ങൾക്കും വായിക്കാൻ കഴിയും. അറബി വായിച്ച് പഠിച്ചാലും ഇല്ലെങ്കിലും ഈമാനുള്ളവർക്ക് മുഴുവൻ ഇത് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരാണെന്ന് സങ്കല്പിക്കുക, പെട്ടെന്ന് അറബി ഒന്നും പഠിച്ചിട്ടുണ്ടാവും, അപ്പോഴാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. എന്നാലും അവൻ്റെ നെറ്റിയിലെ കഫറ എന്ന വാചകം അവർക്ക് വായിക്കാൻ കഴിയുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ചെറുപ്പക്കാരനായ മദീനയിലെ ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ ഫയഖ്റുജു ഇലൈഹി ശാബുൻ മിനൽ മദീന, മദീനയിലെ ഒരു യുവാവ് ഇവന്റെ മുമ്പിലേക്ക് ചെല്ലുകയും മസീഹുദ് ദജ്ജാലിന്റെ മുഖത്ത് നോക്കി, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് താക്കീത് തന്ന ആളാണ് നീ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ നിർദാക്ഷിണ്യം 2 പാതിയാക്കി ഇവൻ മുറിച്ചു മാറ്റുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയും, ഖും, എഴുന്നേൽക്ക്. 2 പാതിയായി ചോരയൊലിച്ച് കിടക്കുന്ന ശരീരം, മുറിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഖും എന്ന് പറയുമ്പോ ഫയസ്തവി ഹയ്യൻ ബിഇദ്നില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ആ ചെറുപ്പക്കാരന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് മസീഹുദ് ദജ്ജാൽ ചോദിക്കും, അതശ്ഹദു അന്നീ അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ് എന്ന് നിനക്കിപ്പോ ബോധ്യപ്പെട്ടുവോ? അപ്പൊ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി നമ്മൾ ആലോചിക്കണം. മാജിക് കാണുമ്പോൾ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെടുന്ന അവസ്ഥ വരരുത്. വല്ലാഹി മസ്ദത്തു ഫീക ഇല്ലാ ബസീറ, നീ കള്ളനാണ് എന്ന് എനിക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. لأن الرسول صلى الله عليه وسلم أخبرنا بذلك, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പുണ്യനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു, ആ മനുഷ്യനെ കൊല്ലാൻ അവൻ തുനിയും. ഫലാ യുസല്ലതു അലൈഹി, അവനത് സാധിക്കുകയില്ല. ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ അല്ലാഹു ഇരുമ്പിന്റെയോ ചെമ്പിന്റെയോ ഒരാവരണം അല്ലാഹു അണിയിക്കുകയാണ് ചെയ്യുക. അങ്ങനെ മസീഹുദ് ദജ്ജാൽ അവനെ കൊല ചെയ്യാൻ, അവിടെ നിന്നാണ് മസീഹുദ് ദജ്ജാലിന്റെ പതനം ആരംഭിക്കുന്നത്. അങ്ങനെ ഫയുഗാദിറുൽ മദീനത മഖ്ദൂലൻ മഹ്സൂമാ, പരാജിതനായി മദീനയിൽ നിന്ന് അവൻ ഓടുകയാണ് ഉണ്ടാവുക. എന്നിട്ടാണ് ഷാമിലേക്ക് പോകുന്നത്, ഫലസ്തീനിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഈസ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജസീറത്തുൽ അറബ് ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും അടിസ്ഥാന ഈറ്റില്ലമാണ്. അവിടം അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന ആബിദീങ്ങളെ ഉണ്ടാകാവൂ, അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ 1ാമത്തെ വസിയത്ത്. 2ാമത്തേത്, പുണ്യനബി തങ്ങൾ രോഗശയ്യയിൽ പനി ബാധിച്ച് കിടക്കുകയാണ്. ഫി ഹുജറത്തി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ, ഹുജറത്തു ശരീഫയിൽ, ആ പരിശുദ്ധമായ റൂമിൽ. അതാണല്ലോ ഹബീബിന്റെ ഖബർ എന്ന് പറയുന്നത്, അൽ ഹുജറത്തു ശരീഫ, പരിശുദ്ധമായ റൂം. ആരുടെ റൂം? ആയിഷ ബീവിന്റെ റൂം. അമ്പിയാക്കന്മാർ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് അവരുടെ ഖബർ കുഴിക്കേണ്ടത്.
മയ്യത്ത് കുളിപ്പിക്കാൻ അവിടെ നിന്ന് മാറ്റാൻ പറ്റും, പക്ഷേ ഖബർ ആ മരിച്ച അതേ സ്ഥലത്ത് കുഴിക്കണം. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു റൂമിൽ ഹബീബിനെ മറവ് ചെയ്യാൻ കാരണം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലൻ നാസ് വകശഫ അസ്സതാറത ബൈനഹു വബൈനഹും. പുണ്യനബി തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അവസാന ദിവസം തിങ്കളാഴ്ച ദിവസം അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ നബിതങ്ങളുടെയും മസ്ജിദുൻ നബവിയുടെയും ഇടയിൽ ഒരു ചെറിയ ജനവാതിലുണ്ട്, ഒരു ചെറിയ ജനൽ. ആ ജനലിന് ഒരു മറയുണ്ട്, ഒരു തുണിയുടെ മറയുണ്ട്. ആ മറ നബിതങ്ങൾ നീക്കി. ഫറആഹും സുഫൂഫാ. സ്വഹാബികളെല്ലാം സുബ്ഹിക്ക് സഫായി നിൽക്കുകയാണ്. അവരുടെ ഇമാം പുണ്യനബിതങ്ങൾ സ്വഹാബികളെ കാണുന്നു ഇമാമിന്റെ പിറകിൽ നിൽക്കുന്നത്. പുണ്യനബിതങ്ങൾ എങ്ങനെയോ അവിടെ നിന്ന് എഴുന്നേറ്റു മദീന പള്ളിയിൽ ചെന്ന് കാലുകുത്തി. അതായത് റൂമിൽ നിന്ന് കാല് വെക്കുന്നത് പള്ളിയിലേക്കാണ്. മദീന പള്ളിയും ഹബീബിന്റെ റൂമും തമ്മിൽ ഒരു വാതിലാണ്. ആ വാതിൽ തുറന്ന പള്ളിയാണ്. ഇപ്പുറത്തെ വാതിൽ തുറന്നാൽ പുറത്തേക്ക് പോകാം. പുണ്യനബിയുടെ വീടിന്റെ 2 വാതിൽ, ഒന്ന് പുറത്തേക്ക് ഒന്ന് പള്ളിക്കുള്ളിലേക്ക്. തങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. തങ്ങൾക്ക് നടക്കാൻ വലിയ പ്രയാസമുണ്ട്. അന്നൊരിക്കൽ ഹബീബാ നബി തങ്ങൾ അവരോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. ഇനി അല്ലാഹു തആല നുബുവ്വത്തിനെ അവസാനിപ്പിക്കുകയാണ്, പ്രവാചകത്വം അവസാനിക്കുകയാണ്. ഇനി ഒരു പ്രവാചകൻ ലോകത്ത് വരാനില്ല. ഇനി ബാക്കിയുള്ളത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം. എന്താണ് പറഞ്ഞത്? മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ അർറുഇയ സ്വാലിഹ, നല്ല നല്ല സ്വപ്നങ്ങളെ ഇനി ബാക്കിയുള്ളൂ. യറാഹർ റജുലുൽ മുസ്ലിം, മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന സത്യസന്ധമായ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ട്. വഹയുണ്ടാവില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഹയിന് വരില്ല. ഞാൻ വഫാത്താവുകയാണ് എന്ന് ഹബീബായ നബി തങ്ങൾ മറ്റൊരു വാക്കിലൂടെ പറഞ്ഞതുപോലെയാണിത്. ഇനി ബാക്കിയുള്ളത് സ്വപ്നങ്ങൾ മാത്രമാണ്, സത്യസന്ധമായ സ്വപ്നം. യറാഹർ റജുലുൽ മുസ്ലിമു ഔ തുറാലഹു, മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ കാണുന്ന, അവർക്ക് കാണിക്കപ്പെടുന്ന സത്യസന്ധമായ സ്വപ്നങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ വ ഇന്നി നുഹീതു അൻ അഖ്റഅൽ ഖുർആന റാകിഅൻ ഔ സാജിദാ. അറിയണേ, നിസ്കരിക്കുമ്പോൾ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതരുത് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. റുകൂഇൽ നിങ്ങൾ തസ്ബീഹാണ് ചൊല്ലേണ്ടത്. ഫഅള്ളിമു ഫീഹി റബ്ബ്, അതായത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്നാണ് പറയേണ്ടത്. സുജൂദിലാണെങ്കിലോ ഫദ്ഉ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. അവിടുത്തെ ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി. നിങ്ങൾക്ക് അവിടെ ദുആ ഇരക്കുകയും ചെയ്യാം. ഫഖമിനുൻ അയ്യുസ്തം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ, ഇമാം സുജൂദ് നീട്ടുകയാണെങ്കിൽ മനസ്സിൽ ദുആ ഇരക്കാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ചെന്ന ദുആകൾ ചൊല്ലാം. അറബിയിൽ നമുക്ക് മലയാളം പറയാൻ പറ്റൂല. നിസ്കാരം ബാത്തുലാകും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന പുണ്യ നബി തങ്ങൾ വാരിദായ ഹദീസുകളിൽ നിന്ന് വന്ന വിശുദ്ധ ഖുർആനിലെ ദുആകൾ നമുക്ക് സുജൂദിൽ ചൊല്ലാൻ പറ്റും, നമുക്ക് ഓതാൻ പറ്റും. അല്ലെങ്കിൽ മനസ്സിലോതുക. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സ്ഥലമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി അവസാനിച്ചു. വഹി കഴിഞ്ഞാൽ ഇനി സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണാനുണ്ട്. സത്യസന്ധമായ സ്വപ്നം. കാണാത്ത സ്വപ്നം ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ധാന്യമണികൾക്ക് കെട്ടിടാൻ അള്ളാഹു നാളെ പറയുന്ന 2 അരിമണി എടുത്തിട്ട് എങ്ങനെ കെട്ടിയിടുക? അത് കയറ് പോലും അല്ലല്ലോ. കാണാത്തത് കണ്ടു എന്ന് പറയാൻ പാടില്ല. സത്യസന്ധമായ സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങൾക്ക് കാണിക്കപ്പെടും. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ എന്നവരോട് പറഞ്ഞു, ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം, ഇദ്ഹബ് ബിനാ ഇലാ ഉമ്മി ഐമന നസൂറുഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ ബീവിയെ നമുക്കൊന്ന് പോയി കണ്ടാലോ. തങ്ങൾ വഫാത്തായ നേരം, മദീന മുഴുവൻ ഇരുൾ മൂടിയ നേരം, മദീനയിലെ ആളുകൾ സ്വഹാബിമാർ അവർ പറയുകയാണ്, കൂട്ടം തെറ്റിപ്പോയ ആടുകളെപ്പോലെ ഞങ്ങൾ നടക്കുമായിരുന്നു. ബോധമല്ലാണ്ട്
നബിയാണ് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് നഷ്ടമായി. ഏതെല്ലാം വേവലാദികൾ, വിഷമങ്ങൾ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അള്ളാഹു തന്നിരുന്ന റബ്ബിന്റെ നിധിയാണ് നഷ്ടമായത്. സ്വഹാബിമാർ ആ ഒരു ഷോക്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരിയാതെയായി. അങ്ങനെ നടന്ന സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരോട് പറയുകയാണ്, ഉമറേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ ബീവിയെ നബി തങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നല്ലോ. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹാ. ജീവിച്ചിരിക്കുന്ന കാലം പുണ്യ നബി ഉമ്മു ഐമൻ ബീവിയെ ചെന്ന് കാണും. അത് നബിയുടെ പോറ്റുമ്മയാണ്. ആ ബീവിയെ നമുക്കൊന്ന് പോയി കണ്ടാലോ, തെല്ലൊരു ആശ്വാസം നമുക്ക് ലഭിച്ചേക്കാം എന്ന് ഹബീബിന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖ് തങ്ങൾ ഉമർ എന്നവരോട് ഉമ്മു ഐമൻ ബീവിയുടെ വാതിൽക്കൽ മുട്ടുന്നു. ബീവി വാതിൽ തുറന്നു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും റളിയല്ലാഹു അൻഹു സ്വഹിബാ റസൂലില്ലാഹ്, പുണ്യ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, സ്വാഹിബൈൻ, അവരാണ് വന്നിരിക്കുന്നത്. ബീവി രണ്ടുപേരെയും കണ്ടപ്പോഴേക്കും ഹബീബിനെ ഓർമ്മ വന്നു. ഖനഖത്ഹൽ അബ്റ, തൊണ്ടയിടറി കണ്ണുനീരുകൾ ഒലിക്കാൻ തുടങ്ങി. വഅസ്ബലത് ദുമൂഉഹാ വബകത്, കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുന്നു. അവര് വർത്തഅദത് ഇൻദഹും, പിടക്കാൻ തുടങ്ങി, വിറക്കാൻ തുടങ്ങി. ഉമ്മു ഐമൻ ബീവി, നോക്കണം, നബി തങ്ങളുടെ ഉമ്മയാണ്, പോറ്റുമ്മയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നിഴലായി വലതും ഇടതും നടന്നിരുന്ന സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരുമാണ് വന്നിരിക്കുന്നത്. طالما حكى رسول الله مشيت أنا أبو بكر وعمر جلست أنا وأبو بكر وعمر. ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും പോകുമ്പോൾ, ഞാനും അബൂബക്കറും ഉമറും ഇരിക്കുമ്പോൾ, ഞാനും അബൂബക്കറും ഉമറും നടന്നു പോകുമ്പോൾ എന്നൊക്കെ നബി തങ്ങൾ എത്ര തവണയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ എന്നവരുടെയും പേരെടുത്തു പറയുന്നത്. ആ ഹബീബിന്റെ നിഴലായി നടന്ന രണ്ടുപേരെ കണ്ടപ്പോ പുണ്യ നബിയെ ഓർക്കുകയാണ്. ഏതൊരു പുണ്യപുമാനായിരുന്നോ ഉമ്മു ഐമൻ ബീവി മുലയൂട്ടിയത്, പാല് കൊടുത്ത് വളർത്തിയത്, നബി തങ്ങളെ വളർത്തിയ ഉമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. ഹബീബിനെ ഓർമ്മ വന്നു. അപ്പൊ അവര് ചോദിച്ചു, യാ ഉമ്മ ഐമൻ മാ യുബ്കീകി, എന്തിനാണ് ഉമ്മു ഐമനെ നിങ്ങൾ കരയുന്നത്? എന്തിനാ കരയുന്നത്? അമാ തഅലമീൻ, റസൂലുള്ളാഹി തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നത് ശരി തന്നെയാണ്. എന്നാൽ അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഇടയിൽ ഈ ചൂടും തണുപ്പും വിശപ്പും ദാഹവും കഷ്ടപ്പാടും സഹിച്ച് നബിതങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ നബിതങ്ങൾക്ക് ഖൈറ്. അല്ലാഹുവിന്റെ അടുത്തേക്ക് പോയതല്ലേ, അവിടെ നബിതങ്ങൾക്ക് സ്വർഗമല്ലേ, റഫീഖുൽ അലയിലേക്കല്ലേ നബിതങ്ങൾ പോയത്. ഉമ്മു ഐമനെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? യാ അല്ലാഹ്, കൊച്ചു മക്കൾ മരിക്കുമ്പോഴേ അതൊന്നും സഹിക്കാൻ കഴിയില്ല. ഉമ്മമാർ, വലിയ വേദനയായിരിക്കും ഇത്. എന്നാലും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ ഈ ഒരു കാര്യം പറയാണ്. പുണ്യ നബിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരും ഉമർന്നവരും ഉമ്മു ഐമൻ ബീവിയോട് പറയാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹിൻ്റെ അടുത്തേക്കല്ലേ പോയത്, വിഷമിക്കേണ്ടതുണ്ടോ? അപ്പോൾ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു. 6 മാസമായപ്പോൾ പാല് കൊടുക്കുമ്പോൾ പാല് തെരപ്പക്കാരെ കുഞ്ഞ് മരിച്ചു. അങ്ങനെയൊക്കെയല്ലേ എത്ര സംഭവങ്ങളുണ്ട്. അള്ളാഹുവേ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് കലന്തർ, അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടി മരിച്ചത് അങ്ങനെയാണ്. ആ കുഞ്ഞിനെ ജീവനോടെ കാണാൻ പോലും പറ്റില്ല. ദുബൈയിൽ നിന്ന് നാട്ടിലെത്തുന്നവന് കുഞ്ഞിൻ്റെ മയ്യത്ത് കാണാനാണ്. അള്ളാഹു ആ കുട്ടിയെ അവർക്ക് സ്വർഗത്തിൽ കാണാൻ കഴിയുന്ന കുട്ടിയാക്കി കൊടുക്കട്ടെ. ഈ ചെറിയ മക്കളെ അവരുടെ കെയർ ടേക്കർ ആരാന്നറിയോ? ചെറിയ മക്കൾ സ്വർഗത്തിലാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിക്കുന്ന മുഴുവൻ മക്കൾ, അത് മുസ്ലിമല്ലാത്തവരുടെ മക്കളടക്കം സ്വർഗത്തിലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാ നോക്കണമെന്നറിയോ? ചെറിയ മക്കളെ ഖിയാമത്ത് നാളാകുന്നത് വരേക്കും അവരെ നോക്കി വളർത്തുന്നത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മിഅ്റാജിൻ്റെ രാവിൽ പുണ്യ നബി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ഒരുപാട് മക്കളെ കണ്ടു. ജിബ്രീലേ, ഇതെന്താ, ആരായത്?
ഇത് നിങ്ങളുടെ ഉപ്പയാണ്, വല്യുപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ കുട്ടികളോ മുസ്ലിമീങ്ങളിലെ കുഞ്ഞുങ്ങളായി മരിച്ചുപോയവരാണ്. അവരെ നോക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അവർക്ക് വേണ്ട എല്ലാ സന്തോഷവും അവിടെ നൽകപ്പെടുന്നുണ്ട്. സ്വർഗ്ഗലോകത്തേക്ക് അള്ളാഹു ആ മക്കളെ ആനയിച്ചെത്തിക്കുന്നത് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശലോകത്ത് അവരെ പരിപാലിക്കുന്നുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെന്ന് ഖലീലുല്ലാഹി എന്ന് അള്ളാഹു പറഞ്ഞ ആ നബിയുടെ അരികത്തേക്കല്ലേ എൻ്റെ കുഞ്ഞു പോയത്. എൻ്റെ കയ്യിൽ, എൻ്റെ വീട്ടിൽ ഞാൻ പരിപാലിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ നബിയായ ഇബ്രാഹിം നബി എൻ്റെ കുഞ്ഞിനെ നോക്കുമല്ലോ എന്ന് സമാധാനിക്കാം. അത് ഹഖീഖത്താണ്, അത് ഉള്ളതാണ്. നമുക്കൊരാശ്വാസം കിട്ടാൻ അള്ളാഹു മനസ്സിന് ക്ഷമ കൊടുക്കട്ടെ. എളുപ്പമല്ല, നമുക്ക് പറയുന്നത് പോലെയൊന്നും ഒരു കുഞ്ഞിൻ്റെ മരണമൊന്നും ഒരു ഉമ്മാക്കും വാപ്പാക്കും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ആലോചിച്ചൂടെ? നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ ആ മരണം ഹബീബിൻ്റെ മരണത്തോട് തുലനം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തോളം ഉള്ള ഒരു വിഷമം നമുക്ക് നമ്മുടെ വീട്ടിൽ ആര് മരിച്ചാലും ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മുടെ മാതാപിതാക്കളെക്കാളൊക്കെ നമ്മൾ നബിയല്ലേ സ്നേഹിക്കുന്നത്. ആ റസൂൽ വഫാത്തായില്ലേ? അപ്പം എൻ്റെ കുഞ്ഞ് മരിച്ചാലും വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, റസൂലുള്ളാഹി തങ്ങൾ മരിച്ചോളൊന്നും എത്തൂലല്ലോ. തങ്ങൾ വഫാത്തായില്ലയോ? തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ എൻ്റെ മരണം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള മരണം നിങ്ങൾക്ക് സമാധാനപ്പെടാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിലേക്ക് തിരിച്ചു വരാം. തങ്ങളുടെ വസിയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമാണ് നബുവത്ത് കഴിഞ്ഞു, ആകാശത്ത് നിന്ന് വഹി വരില്ല, പക്ഷേ സത്യസന്ധമായ സ്വപ്നങ്ങളുണ്ടാകും. അപ്പോൾ ഉമ്മ ഐമൻ ബീവി കരഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറന്നവരും യാ ഉമ്മ ഐമൻ മാ യുബ്കീകി, ഉമ്മ ഐമനെ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? അമാ തഅലമീന അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതിനേക്കാളൊക്കെ റസൂലുള്ളാഹിക്ക് ഖൈർ, അള്ളാഹിൻ്റെ അടുക്കൽ പോകൽ തന്നെയല്ലേ. തങ്ങൾ വഫാത്തായതിൽ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. ഉമ്മയോടാ പറയണം, ഉമ്മയുടെ സ്ഥാനം പോറ്റുമ്മയാണ്. അപ്പൊ ബീവിയുടെ മറുപടി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അമാ അന്നി അഅലമു അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹ്, എനിക്കറിയാം അല്ലാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ അടുക്കൽ പോയത് തന്നെയാണ്. ഞാൻ കരയുന്നത് പുണ്യനബി തങ്ങൾ വഫാത്തായതോടുകൂടെ ആകാശലോകത്ത് നിന്ന് വരുമായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് നിന്നുപോയില്ലയോ? എത്ര അറിവുകളാണ് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, എത്ര ഇൽമുകളാണ് വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. ഏതെല്ലാം വിഷയങ്ങൾക്ക് പരിഹാരങ്ങളായി, ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആൻസറുകൾ നബി തങ്ങൾ നൽകുമായിരുന്നുവല്ലോ. അള്ളാഹു നൽകുന്ന വഹിയല്ലയോ അത്? ആ അറിവ് നിലച്ചുപോയില്ലയോ? ആ അറിവ് നഷ്ടപ്പെട്ടു പോയില്ലയോ? ഇനിയൊരു വഹി വരില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ഇവിടെ മഹാന്മാര് പറയും ഇത് ഉമ്മു ഐമൻ ബീവിയുടെ ഫിഖ്ഹാണ് എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ വഫാത്തിലുള്ള വേദന ഇല്ലാത്തത് കൊണ്ടല്ല, ആ വേദനയെക്കാളും വലിയ നഷ്ടമാണ് തങ്ങളിലൂടെ ലഭിക്കുമായിരുന്ന അറിവ് നഷ്ടമായത്. അറിവ് വലുതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നിങ്ങളൊക്കെ ജോലി ചെയ്ത് ടയർഡായിരിക്കില്ലേ, ഒന്ന് പോയി കിടന്നുറങ്ങേണ്ട സമയമാണ്. അറിവ് വലിയൊരു സംഗതിയാണ്. അതില്ലെങ്കിൽ നമ്മൾ എന്തിനാ പറ്റുക? നമ്മളും മൃഗങ്ങളും എന്ത് വ്യത്യാസമുള്ളത്? അത് കിട്ടുന്നിടത്ത് പോയി പഠിക്കണം. ആ അറിവ് നഷ്ടമായില്ലയോ? വലാകിന്നി അബ്കി ഇൻഖിതാഅൽ വഹി മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വഹി വരുമായിരുന്ന വഹിയല്ലയോ നമുക്ക് നഷ്ടമായത്? അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ അരികത്ത് പോയത് തന്നെയാണ് ഖൈർ. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്, അല്ലാഹു അല്ലേ സൂറത്തുൽ ളുഹയിൽ പറയുന്നത്, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്, നബിയേ അല്ലാഹു അങ്ങേക്ക് തരും, അങ്ങേക്ക് ഇഷ്ടമാകുന്നവരെ, അങ്ങ് മനം പൊരുത്തപ്പെടുന്നവരെ.
നിബിതങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനമാവില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷമാകുന്നവരെ അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ ഉമ്മത്തികളിൽ ഒരാൾ പോലും നരകത്തിലില്ലാതെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ മനസ്സിൽ സ്നേഹിക്കുക, നല്ലോണം സ്നേഹിക്കുക. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കച്ചവടത്തെക്കാളും വീടിനേക്കാളും ഒക്കെ നിബിതങ്ങളെ സ്നേഹിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. സൂറത്ത് തൗബ, ഖുൽ ഇൻ കാന ആബാഉകും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കളെക്കാളൊക്കെ റസൂലുള്ളാഹിനെ നമുക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? നമ്മുടെ മക്കളെ കാണാൻ നമ്മൾ വീട്ടിലേക്ക് ഓടി വരുന്നത്. മക്കളെ നമ്മളെ കാത്തിരിക്കുന്നു. ഇനി പോട്ടെ, മക്കളൊന്നും ആയിട്ടില്ല, നമ്മളെ ഉമ്മയും ഉപ്പയും, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കൂട്ടുകാർ, പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികൾ, അവരെക്കാളൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഉറപ്പന്നെ? ശരിക്കും പറയാനായിട്ടില്ല അല്ലേ? ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാ. റബീഉൽ അവ്വലിൽ കുട്ടികൾ ഇങ്ങനെ വേദം പറയും, സ്റ്റേജ് വന്നില്ല, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. അപ്പം അത് ശരിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ ധൈര്യം വരുന്നില്ല. നമ്മളുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അങ്ങനെ തന്നെ ആണോ? ആവണ്ടേ? ആവണ്ടേ? എല്ലാവരെക്കാളും ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടാൻ, എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ ഹബീബിൻ്റെ ചാരം കിട്ടിയാൽ മതി. പുണ്യനബി തങ്ങളാണ് എൻ്റെ എല്ലാം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഈമാൻ പൂർത്തിയാവും. അതുകൊണ്ട് മുഹിബ്ബീങ്ങളായ ആളുകൾക്ക് ഭയങ്കരമായ സമാധാനമാണ്. അവരുടെ മുഖത്ത് ഭയങ്കര വെളിച്ചുണ്ടാവും. മദീനയിൽ ചെന്നാൽ ഒരുപാട് മുഹിബ്ബുർ റസൂലുള്ളാഹി തങ്ങളെ ഹുബ്ബ് വെക്കുന്ന ഒരുപാട് മഹാന്മാർ അവിടെ സമ്മേളിക്കും. നല്ല മുഖപ്രകാശമുള്ള, നമ്മുടെ നാടേതാണ് എന്ന് പോലും അറിയാത്തവർ, ബഹുമാനപ്പെട്ട സയ്യിദ് സഫ്വാൻ തങ്ങളവറുകൾ, ഏഴിമല സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഞങ്ങളുടെ പയ്യന്നൂർ അപ്പുറത്താണ് വരുന്നത്, ഏഴിമലയിൽ നിന്ന്. അതുകൊണ്ട് തങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വഴിമാറുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം ബാക്കി സംസാരിക്കാം. ഞാൻ പറഞ്ഞതനുസരിച്ച് അരമണിക്കൂറാണ് ബാക്കിയുള്ളത്. ആ ഒരു അരമണിക്കൂർ അല്ലേ? ഞാൻ അവരോട് പറഞ്ഞു 10 വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാഹ്. ഇത് ഖുർആനിലെ അർജൽ ആയത്ത് ഫിൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത്. കാരണം എന്താ? തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹ് കൊടുക്കും. തങ്ങൾ പറയാ, എൻ്റെ ഉമ്മത്തികളിൽ അവസാനത്തെ ആളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാതെ ഞാൻ ഇഷ്ടപ്പെടൂല, എനിക്ക് പൊരുത്താവൂല. അപ്പോൾ തങ്ങൾക്ക് പൊരുത്താവും വരെ കൊടുക്കുമെന്നല്ലേ അള്ളാഹ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ആളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേ നിബിതങ്ങൾക്ക് പൊരുത്താവുള്ളൂ. അപ്പോൾ അതും അള്ളാഹു നിബിതങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്ന് പറയുന്ന അർജൽ ആയത്ത് ഫിൽ ഖുർആനാണിത്. റസൂലുള്ളാഹി തങ്ങൾ ഈ ഒരു വസിയത്തിൽ പറഞ്ഞ വിഷയം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ അന്ത്യമാണ്. ഖാത്തമുൻ നുബുവ്വ, അവിടുന്ന് അന്ത്യപ്രവാചകരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുബശ്ശിറാത്ത്, സത്യസന്ധമായ സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നല്ല സ്വപ്നങ്ങൾ. അത് മിഥ്ല ഫലഖിൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടരുന്ന പോലെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്യും.
ചില സ്വപ്നങ്ങൾ വരാറുണ്ട്. നോട്ടീസ്, മക്കയിലെ ഹറമിലെ ഇമാം അഹമ്മദ് ഇന്ന സ്വപ്നം കണ്ടു, നാളെ ഖിയാമത്ത് നാളാണ്, ഇത് 150 കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. എന്നിട്ട് ഫോട്ടോ കോപ്പി മെഷീൻ, അപ്പോൾ ഏതെങ്കിലും സെറോക്സ് ഫോട്ടോ കോപ്പിക്കാർക്ക് കച്ചവടമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും സംഭവം. എന്നിട്ട് ഉമ്മാർ പേപ്പർ എടുത്ത് പോകും, കുട്ടി എനിക്കൊരു 150 കോപ്പി. അപ്പോൾ അയലോക്കക്കാർ എനിക്ക് വേണടി 150 കോപ്പി അല്ലെ പുര പുളിഞ്ഞാടുമെന്നാണ് പറഞ്ഞത്, എന്നാൽ എനിക്കൊരു 150 കോപ്പി. അങ്ങനെ തലിംവാലില്ലാത്ത സ്വപ്നത്തെക്കുറിച്ചല്ലേ ഈ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഷെയ്ഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മുക്രി തന്നെ ഇമാം തന്നെ അവിടെ ഇല്ലായിരുന്നു അന്ന് മക്കത്ത്. ഈ സംഭവം ഇറങ്ങുന്നത് കുറേ ഇടക്കിടക്ക് വരാറുണ്ട് ഈ നോട്ടീസ്, ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട്, അങ്ങനെ ആയിക്കോളി ഇങ്ങനെ ആയിക്കോളി പറഞ്ഞിട്ട്. അപ്പോൾ ഇതല്ല സത്യസന്ധമായ സ്വപ്നം. സത്യസന്ധമായ സ്വപ്നം മുബശ്ശിറാത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് നൽകിയ ചില വസിയ്യത്തുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. വമാ മലകത് ഐമാനുക്കും. പുണ്യ നബി നമുക്ക് ഏൽപ്പിച്ചു തന്ന ഹബീബിൻ്റെ വസിയ്യത്താണ്, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. ബോട്ടിലാണെങ്കിലും കപ്പലിലാണെങ്കിലും കരയിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ നേരമായാൽ ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണേ. അസ്വലാ എവിടെയാണെങ്കിലും. വമാ മലകത് ഐമാനുക്കും, നിങ്ങളുടെ ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ ശരിക്കും നോക്കേണമേ. അതിലടിമകളുണ്ട്, ജോലിക്കാരുണ്ടാകാം, നിങ്ങളുടെ ഭാര്യമാര്, മക്കള്. നിങ്ങളവരെ ശരിക്കും നോക്കണേ, അവരെ പരിപാലിക്കണേ, അവരെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുതേ എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാഉം മാത്രമല്ല, സുന്നത്തുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും മരണം ആസന്നമാകുന്ന നേരത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. ഈ പറഞ്ഞ ഹദീത്ത് മരിക്കണ വരെ മറക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ വിജയത്തിൻ്റെ താക്കോലാണ്. നമ്മൾ എന്തൊക്കെ ഗുരുത്തക്കേട് ജീവിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കണം, തൗബ ചെയ്യണം. എങ്ങാനും നമ്മൾ മരണമാസന്നമാകുന്ന നേരത്ത് ലോകത്തോട് വിട പറയുകയാണ്, ഒരു ഡെഡ്ലി ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്. സങ്കല്പിക്കുക, കുറച്ച് നേരമൊക്കെ ബോധം ഉണ്ടാവും. വലിയ ആക്സിഡൻ്റൊക്കെ ആയ ഒന്ന് വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നേരമുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല എന്ന്, അപ്പോഴേക്കും തിരിച്ച് വീഴും ചെയ്യും. ആ ഒരു നേരം നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. എൻ്റെ റബ്ബനിക്ക് മാപ്പ് തരും, എൻ്റെ റബ്ബനിക്ക് പുറത്തു തരും. ഞാൻ എൻ്റെ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. ഖബറിലേക്ക് നീങ്ങുന്ന എൻ്റെ യാത്ര എൻ്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. എൻ്റെ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കൂല. അള്ളാഹു എനിക്ക് മാപ്പ് തരും. അല്ലാഹുമ്മ ഗ്ഫിർലി, മാപ്പ് തരണേ എന്ന് റബ്ബിനോട് ചോദിച്ച് അള്ളാഹു പുറത്തു തരും എന്ന് തന്നെ വിചാരിക്കണേ. ഏത് തെറ്റുകൾ? നിങ്ങളും പടച്ചോനും തമ്മിലെ തെറ്റുകൾ അങ്ങനെയാണ്. നിങ്ങളും പടപ്പുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ഉത്തർന്ന് ഇങ്ങനെ എഴുതുന്ന കുട്ടികളോട് പറയണത്. ഇത് എഴുതാനും ഭയങ്കര രസമാണ്, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ എഴുതി വിടുക, കുറേ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുക, കുറേ ലൈക്ക് ഇങ്ങനെ കിട്ടുക. പച്ച ഗീബത്തും നമീമത്തുമല്ലേ എഴുതി വിടുന്നത് മനുഷ്യന്മാരെ കുറിച്ച്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിക്കുക? അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ആരൊക്കെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയത് അവരൊക്കെ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ആവേശം കിട്ടണമെങ്കിൽ ഇത് എഴുതിക്കോളി എന്ന് പറയുമ്പോൾ ആവേശം ഉണ്ടാവുള്ളൂ. ഞാനതല്ല പറയുക. മോശപ്പെട്ടത് എഴുതരുത്, ഗീബത്ത് നമീമത്തുകൾ എഴുതരുത്. സയ്യിദന്മാർ, തങ്ങന്മാർ, ആലിമീങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, ഒരു ശ്രാമ്പ്യപ്പള്ളി പോലും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളൊക്കെ കുതിര കയറാൻ വേണ്ടി വരിക. ചെയ്യരുത്. എന്ത് ഗുരുതരമായ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മിണ്ടാണ്ടിരുന്നോ. ചെയ്തവർ അവരുടെ അമല് കൊണ്ട് അവർ രക്ഷപ്പെടും. നീയോ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളും പടച്ചോനും തമ്മിലുള്ള വിഷയം അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക, അള്ളാഹ് പുറത്തു തരും. പടപ്പുകൾ തമ്മിലുള്ളതോ അവരോട് പൊരുത്തപ്പെടിക്കേണ്ടേ മരണത്തിൻ്റെ മുമ്പ്.
അതിന് സാധിക്കണമെന്നുണ്ടോ? നിങ്ങൾ എഴുതി വിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് എത്രയായിരം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഡിലീറ്റ് അടിച്ചാലും അതെന്ത് ചെയ്യും? പലരും അപ്പോഴേക്കും സേവ് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ അക്കൗണ്ടിലല്ലേ ആ പാപഭാരങ്ങൾ വരുന്നത്? അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് ഹു ഈസ് എ റിയൽ ബാങ്ക്രപ്റ്റ്? നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ ആരാണ്? പൈസ ഇല്ലാത്തവനും വീട് കുത്തിരിച്ചു പോയവനൊന്നും അല്ല. ഈ നന്മകളുമായി എല്ലാ നന്മകളും കൊണ്ട് പരലോകത്തേക്ക് എത്തി. പക്ഷെ അവിടെ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്, ചോര ചിന്തിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും, റബ്ബേ ഇവൻ എന്നോട് പൊരുത്തപ്പെടിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ഹക്ക് വേണം. അവൻ ചെയ്ത മുഴുവൻ അമലും ഇവർക്ക് അങ്ങനെ കൊടുത്ത് തീരും. പരാതിക്കാർ ബാക്കിൽ വേറെയുണ്ട്. അപ്പോൾ കൊടുക്കാൻ നന്മയില്ല.